മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായുള്ള തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര. വോട്ടുകൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ ഓഗസ്റ്റ് 17 ബീഹാറിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രമായ സാസ്രാമിൽ നിന്ന് ആരംഭിച്ച പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഷേധമായി അത് മാറി. പതിനാല് ദിവസം നീണ്ടുനിന്ന യാത്ര ബീഹാറിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരായ ആരോപണങ്ങൾ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. और बीजेपी और इलेक्शन कमीशन को बिहार में एक वोट चोरी नहीं करने देगी. 1300 കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര പട്നയിലെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെ ഗാന്ധി മൈതാനത്തു നിന്നും അംബേദ്കർ പാർക്കിലേക്ക് പദയാത്ര ആരംഭിക്കും. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കും. ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര വൻ വിജയമെന്നാണ് വിലയിരുത്തൽ. വോട്ടുകൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം.